ഓസിയൻ ഗ്രീനിന് സ്വാഗതം. ഇത് എക്സ്പീരിയൻസ്ഡായ കർഷകർക്ക് വേണ്ടിയുള്ള ഒരു ഡിവിഷനല്ല. വീട്ടമ്മമാർക്കും പോലെ കുട്ടികൾക്കും വളരെ എളുപ്പത്തിൽ പിരിക്കാവുന്ന ഒരു മെത്തേഡാണ് പറയുന്നത്. പരിചയസമ്പന്നരായ ആൾക്കാർക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പിരിക്കാം. ഞാനതിൽ ഇടപെടുന്നില്ല. ഇത് വളരെ സിമ്പിളായൊരു മെത്തേഡാണ് കാണിക്കാൻ പോകുന്നത്. ഒരു സിമ്പിളായൊരു ബ്ലൈൻഡ് ഡിവിഷൻ നോക്കിക്കണം. അതിന് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് ഒരു ക്യൂൻ എക്സ്ക്ലൂഡറാണ്. ഇതാണ് ക്യൂൻ എക്സ്ക്ലൂഡർ. ക്യൂന് കടക്കാത്ത ഒരു വസ്തുവാണിത്, ക്യൂൻ എക്സ്ക്ലൂഡർ. നോക്കുക, നമ്മൾ കൂട് ഇവിടെ എടുക്കുന്നു, ഇങ്ങോട്ട് മാറ്റി വെക്കുന്നു. അതിന് വേണ്ടി രണ്ട് അടിത്തട്ടുകൾ അല്ലെങ്കിൽ ബ്രൂഡ് ചേമ്പർ വേണം. ഇത് ബ്രൂഡ് ചേമ്പറാണ്, ഇതൊരു ബ്രൂഡ് ചേമ്പറാണ്. നമ്മളിത് ഈ നമ്മുടെ പഞ്ചസാര കൊടുക്കുന്ന ഈ പാത്രം, ഈ ഫീഡർ നമ്മൾ പതുക്കെ സവാശങ്ങൾ മാറ്റി വെക്കുന്നു. കുത്തുമൊന്നുമില്ല, സവാശങ്ങൾ മാറ്റി വെക്കുന്നു. അവിടെ ഇരുന്നുള്ളൂ. എന്നിട്ട് ഇവിടെ നമ്മൾ ഈ പെട്ടിയോട് തുറക്കുന്നു. ഇവിടെ നിറച്ച് ഈച്ചകളുണ്ട്, ഉണ്ടല്ലോ, കണ്ടു. നമ്മളിങ്ങനെ തന്നെ വെക്കുന്നു. എന്നിട്ട് ഇവിടെ നമ്മൾ മൂന്ന് അടയങ്ങ് എടുത്താൽ മതി. മൂന്നട എടുക്കുന്നു, ഒരടി എടുക്കുന്നു. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. റാണി ഒന്നും നോക്കണ്ട. അതിന് പ്രത്യേകത റാണി നമുക്ക് നോക്കുകയേ വേണ്ട. റാണി കണ്ട എളുപ്പമാണ്. നമ്മളിങ്ങനെ വെക്കുന്നു. ഇത് കരിഞ്ഞൊടിയിലാണ് കേട്ടോ, കരിഞ്ഞൊടിയും തേനീച്ചയാണ്. ഇങ്ങോട്ടൊരെണ്ണം വെക്കുന്നു, അതേപോലെ തന്നെ. ഇവിടുന്ന് ഒരെണ്ണം എടുത്തിട്ട് ഒന്നുകൂടെ എടുക്കുന്നു, ഒരടയോടെ. കണ്ടല്ലോ, നല്ല അടകളാണ്. മുട്ടയും പൂമ്പടിയും എല്ലാം പുഴുവൊക്കെ ഉള്ള ഇഷ്ടം പോലെ, ഈ നൂൽപ്പുഴുവൊക്കെ ഉള്ളതാണ്. ഇങ്ങോട്ട് വെക്കുന്നു. ഒരട എടുക്കുന്നു. നമ്മൾ റാണിയൊന്നും നോക്കുന്നില്ല, ഒരട എടുക്കുന്നു. നമ്മൾ ഇങ്ങോട്ട് വെക്കുന്നു. എന്നിട്ട് ബാക്കി നമ്മൾ ഫ്രെയിമോട് ഇടുകയാണ്. ബാക്കി ഫ്രെയിമോട് വെക്കുകയാണ് ഇങ്ങോട്ട്. കണ്ടോണം, നമ്മൾ 3 ഫ്രെയിം എടുത്തു. വെറുതെ 3 ഫ്രെയിം എടുത്തതേ ഉള്ളൂ. ഇവിടെ നമ്മൾ 3 ഫ്രെയിം ഇടുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ക്യൂൻ എക്സ്പ്ലോഡർ ഇങ്ങോട്ട് വെക്കുന്നു. ഞാനങ്ങ് വെക്കുന്നു ക്യൂൻ എക്സ്പ്ലോഡർ. കണ്ടല്ലോ. എന്നിട്ടുണ്ട് നമ്മുടെ ഇതിനെ ഉണ്ടായോ, ഈ അടുത്ത ബ്രൂഡ് ചേമ്പർ നമ്മൾ വേറെ ബ്രൂഡ് ചേമ്പർ എടുക്കുന്നുണ്ട്. ഇതിന് നേരെ മോളി വെക്കുന്നു. നേരെ മോളി വെക്കുന്നു. ഈ ഈച്ച കൂടെ നമ്മളിങ്ങോട്ട് കുടഞ്ഞിടുകയാണ്. എന്നിട്ട് നമ്മൾ മേൽമൂടി വെക്കുന്നു. കണ്ടോ, ഈച്ചയൊന്നും ചാകാതെ നമ്മൾ മേൽമുടി വെച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, അടുത്ത ദിവസം, ഇപ്പം വൈകുന്നേരമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്, അടുത്ത ദിവസം 5 മണിയാകുമ്പോൾ വന്ന് നോക്കുക. വന്ന് നോക്കിയിട്ട് ഈ രണ്ട് ബ്രൂഡ് ചേമ്പറുണ്ട്, 2 ബ്രൂഡ് ചേമ്പർ, ഇതൊന്ന് എവിടെയാണ് ഈ പുതിയതായിട്ട് റാണിയുടെ ബേസ് ഉണ്ടാക്കും. നമ്മൾ ഇവിടുന്ന് ഒരു അടയെടുത്ത് നോക്കിയാൽ മതി. ഇവിടുന്ന് ഒരു അടയെടുത്ത് പൊക്കി നോക്കിയാൽ മതി. റാണിയുടെ ബേസ് ഉണ്ടോ നോക്കുക. റാണിയുടെ കപ്പിൻ്റെ ബേസ്, റാണിൻ്റെ കപ്പിൻ്റെ ബേസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ റാണി ഇല്ലെന്നതിൻ്റെ അർത്ഥം. അപ്പോൾ റാണി ഇല്ലാത്ത കൂടിനെ നമ്മൾ ഉയർത്തി നോക്കുമ്പോൾ ഒരു അട 1-2 അട എടുത്ത് നോക്കിയാൽ മതി റാണിയുടെ കപ്പിൻ്റെ ബേസ് ഉണ്ടാക്കിയിരിക്കും നാളെ വൈകുന്നേരം ആകുമ്പം.
ഇപ്പോൾ നാളെ വൈകുന്നേരം ഈ റാണിയില്ലാത്ത കൂടിനെ ഇവിടെ വെക്കുക. റാണിയുള്ള കൂടിനെ മദർ കോളനിയെ ഏകദേശം ഒരു 1 കിലോമീറ്റർ അകലെ, 1/2 കിലോമീറ്റർ വെച്ചാലും മതി, 1/2 കിലോമീറ്റർ അകലെയായിട്ട് നമ്മൾ വെക്കുന്നു റാണിയില്ലാത്ത മദർ കൂടിനെ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇതൊരു ബ്ലൈൻഡ് ഡിവിഷനാണ്. ഏത് വീട്ടമ്മമാർക്കും കുട്ടികൾക്കും ചെയ്യാവുന്നതാണ്. എന്നെ ഒന്നും കടിച്ചു പോലും ഇല്ല. അത് കരിഞ്ഞോടിയനാണ്. ഇത് എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാർ ക്ഷമിക്കുക. അവർ വളരെ എളുപ്പത്തിൽ റാണി മുട്ടയൊക്കെ വെച്ചുണ്ടാക്കും. ഇത് ഏത് 1 or 2 തേനീച്ചക്കൂട് ഉള്ളവർക്ക് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പത്തിൽ പിരിക്കാവുന്ന ഒരു മെത്തേഡാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഈ തേനീച്ച കൃഷിയുടെ വിജയം. നന്ദി.